എനിക്കാകാൻ കഴിഞ്ഞു. കലാനിലയം ഡ്രാമ വിഷൻ്റെ കടമറ്റത്ത് കത്തനാർ, രക്തരക്ഷസ് എന്ന നാടകങ്ങളിലൂടെ വളരെയധികം ദീർഘകാലം എനിക്ക് അതിനകത്ത് പ്രവർത്തിക്കാൻ കഴിഞ്ഞു. പാടും എന്ന് ചോദിച്ചാൽ അധികം പാടാറില്ല, പക്ഷേ അഭിനയിക്കും എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അഭിനയിക്കും. ആർട്ടിസ്റ്റാണ്. എൻ്റെ കഴിഞ്ഞ കാലങ്ങളിലുള്ള പ്രവർത്തനത്തിനിടയിൽ അന്ന് വളരെയധികം എനിക്ക് പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്, ആദരവുകൾ ഒക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അന്നും ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു വേദിയാണ് ഇന്നിവിടെ എനിക്ക് സഫലീകരിക്കാൻ കഴിഞ്ഞത്. ഒരു ചാരിറ്റിയുടെ കീഴിൽ ഒരു പുരസ്കാരം കിട്ടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഞാൻ യൂട്യൂബിലൂടെയാണ് ഇത് കണ്ടത്. കണ്ട മാത്രയിൽ തന്നെ ഞാൻ ട്രസ്റ്റിൻ്റെ ചെയർമാൻ ബഹുമാനപ്പെട്ട ബിനോയ് മണിയെ വിളിക്കുകയുണ്ടായി. കാര്യങ്ങൾ അന്വേഷിച്ചു. അദ്ദേഹം എനിക്ക് വളരെയധികം കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഞാൻ അറിഞ്ഞുകൊണ്ട് ചോദിച്ചൊരു ചോദ്യമാണ്. സർ, താങ്കൾക്ക് ഈ ഒരു ചാരിറ്റി നടത്തുമ്പോൾ അങ്ങേക്ക് കിട്ടുന്ന ഗുണമെന്താണ്, നേട്ടം എന്താണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ, അന്ന് ഞാൻ സാറിന് സംബോധന ചെയ്തുവെങ്കിൽ ഇന്ന് ഞാൻ എൻ്റെ സഹോദരൻ എന്ന് ഞാൻ സംബോധന ചെയ്യുന്നു. അതിനൊരു കാരണമാണ് ഞാൻ ചോദിച്ച ചോദ്യത്തിന് എനിക്ക് തന്ന ഒരു ഉത്തരം. മാനസികമായി വെല്ലുവിളി നേരിടുന്ന ജനങ്ങളുടെ മുന്നിൽ ചെന്ന് ഞാനൊരു കൈ കൊടുക്കുമ്പോൾ, വിശന്നു വലയുന്ന ജനങ്ങളുടെ മുന്നിൽ ചെന്ന് ഞാനൊരു കൈത്താങ്ങാകുമ്പോൾ, ഒരു പിടി അന്നം കൊടുക്കുമ്പോൾ അവരുടെ മുഖത്ത് തെളിയുന്ന ആ പ്രകാശം, ആ സംതൃപ്തിയാണ് എൻ്റെ നേട്ടം. അതാണ് എൻ്റെ ഗുണം. ഞാനും എൻ്റെ ഫാമിലിയും ഞാനും എൻ്റെ കുടുംബവും എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന എല്ലാ സ്നേഹനിധികളായ മനസ്സുകൾക്ക് കിട്ടുന്ന ആശ്വാസം, അതാണ് എൻ്റെ ഗുണം, അതാണ് എൻ്റെ നേട്ടമെന്നാണ് പ്രിയ സഹോദരൻ എന്നോട് പറയുണ്ടായത്. അവിടെ ഞാൻ ഉറപ്പിച്ചു, ഈ ചാരിറ്റിയുടെ കീഴിൽ എക്കാലവും അദ്ദേഹത്തിനോടൊപ്പം ഒരു കൈത്താങ്ങായി, അദ്ദേഹത്തിൻ്റെ സപ്പോർട്ടായി നിലനിൽക്കുമെന്ന് അദ്ദേഹത്തിന് ഞാൻ വാക്കും കൊടുത്തു. അങ്ങനെയാണ് ഞാൻ ഇന്ന് ഈ വേദിയിലേക്ക് വന്നത്. ഈ വേദി വളരെ മഹനീയമായൊരു വേദിയായി ഞാൻ കാണുന്നു. എനിക്ക് കിട്ടുന്ന ഈ ആദരവ് ഒരു വലിയൊരു അവാർഡായി ഞാൻ കണക്കാക്കുന്നു. വളരെ നന്ദിയുണ്ട് സാർ. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിക്കും അദ്ദേഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ നല്ല പ്രവർത്തകർക്കും വരും കാലങ്ങളിൽ ഉയർച്ച ഉണ്ടാകട്ടെ. സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സാമ്പത്തികത്തിൻ്റെയും മരതക ശൂണിമ അദ്ദേഹത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി മാഡം. കലാ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിൽ സജീവമായി മുന്നോട്ട് പോകുവാൻ ഇനിയുമാകട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു.